ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. രാവിലെ ഒരു 11 മണിക്കൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണി കഴിഞ്ഞു. ഇതുപോലെ ഒരു ടോപ്പ്, ഇത് കസ്റ്റമൈസ് ആയിട്ട് വന്നതാണ്. അപ്പം ഈ ടോപ്പിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഈ ടോപ്പിന് ആക്ച്വലി ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആക്ച്വലി ഈ ഓർഡർ എനിക്ക് വന്നത് 2-3 ദിവസമായി. ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് ഞാൻ ഓർഡേഴ്സ് എടുക്കണേ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലാണ് ഈ ഓർഡർ വന്നത്. ഓർഡർ വന്നപ്പോൾ എനിക്ക് ആദ്യം വേറൊരു ഫാബ്രിക്കിലായിരുന്നു ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനത് ചെയ്തു വന്നപ്പം പ്ലീറ്റ്സ് കുറവിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്ലീറ്റ്സ് വളരെ കുറവിട്ട് വെച്ചു. അതുകൊണ്ട് ഞാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഫൈനലായിട്ട് വന്നപ്പോൾ ഡ്രസ്സിന് ഒട്ടും ഭംഗിയില്ലായിരുന്നു. മീൻസ് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ, ഡ്രസ്സ് കാണുമ്പോൾ ഒരു ഭംഗി. ആ സംഭവം എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഡ്രസ്സ് ഒട്ടും ഞാൻ ഹാപ്പി അല്ലായിരുന്നു. അപ്പം ഇങ്ങനത്തെ സാധനം നമ്മൾ ഹാപ്പി അല്ലാണ്ട് നമ്മളെങ്ങനെ ഒരാൾക്ക് കൊടുക്കണേ. അതുകൊണ്ട് എനിക്ക് അത് കൊറിയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. അപ്പം ഞാനിത് നമ്മുടെ കസ്റ്റമറോട് പറഞ്ഞു, ഇതാണ് ഇങ്ങനെയാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്, എനിക്കത്ര ഹാപ്പി അല്ല, അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ആ സെയിം മെറ്റീരിയലിൽ തന്നെ വേറൊരു ഡ്രസ്സ് അതേപോലെ ചെയ്തെടുക്കാനായിട്ട് എൻ്റെ ഈ ഫാബ്രിക് ഇല്ല. അത് ലാസ്റ്റ് പീസായിരുന്നു. അപ്പോൾ അതും തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വേറെ ഫാബ്രിക്സ് കാണിച്ചു തരാം. അതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റീഫണ്ടായിട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വേറെ ചൂസ് ചെയ്താണ് ഈ ഒരു മെറ്റീരിയൽ. പിന്നെ അതിൽ പാറ്റേണും കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ആദ്യം ഫുൾ സ്ലീവ്, ജസ്റ്റ് ഒരു സ്ലീവ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ കുറച്ച് സ്ലീവിൽ കുറച്ച് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് സൈഡ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആലിയ കട്ട് പോലത്തെ ആ സംഭവം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു കഥയുണ്ട്, ഈ ഡ്രസ്സിനൊരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഡ്രസ്സ് ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം, പിന്നെ എല്ലാം കൂടി ഒന്ന് അടിക്കണം. മടക്കി അടിച്ചു കഴിയുമ്പോൾ ടോപ്പ് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പം സമയം 2 മണി എല്ലാവരും ഒരു നാളെ മോർണിംഗ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ ആക്ച്വലി ഇന്ന്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ എടുക്കണം, ഡ്രസ്സിൻ്റെ ഫോട്ടോസും കൂടി എടുത്തിട്ട് പിന്നെ ഇത് പാക്ക് ചെയ്തിട്ട് നാളെ കൊണ്ട് കൊറിയർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഫുൾ ഫിനിഷായി. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഒന്ന് നോക്കിക്കോ. ഇങ്ങനത്തെ ഒരു നെക്ക്, പിന്നെ സ്ലീവ് ഞാൻ ഇലാസ്റ്റിക് ആണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ മോഡൽ ഫുൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്തിട്ടാണല്ലോ ഓർഡർ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മാക്സിമം നന്നായി ചെയ്യണം. ഡ്രസ്സ് കിട്ടുന്ന ആൾ ഹാപ്പി ആയിരിക്കണം. ആ ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ രണ്ടാമത് ടോപ്പ് ആൾക്ക് വേണ്ടി ഞാൻ വേറെ സെക്കൻഡ് എനിക്ക് പ്രോബ്ലം ഇല്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നും ചെയ്ത പോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ടോപ്പ്. ഇനി ഫോട്ടോസും കൂടി എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് നാളെയാണ് ഇനി കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം സമയം 2 മണി വരെ കണ്ടല്ലോ ഉള്ളൂ കൊറിയർ. അപ്പം ഇന്ന് അയക്കാൻ പറ്റത്തില്ല, നാളെ അയക്കാൻ പറ്റുള്ളൂ. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് മാർച്ച് 13-ാം തീയതി. അപ്പം ഞാൻ കൊറിയർ അയക്കണം. നമുക്ക് ഇന്നാണ് കൊറിയർ അയക്കാൻ ഞാൻ പോകുന്നത്. അപ്പം ഞാനിത് കൊറിയർ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്താണ്, പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കണേ. അപ്പോൾ ഇവിടെ അടുത്താണ്. അപ്പോൾ ഇതുകൊണ്ട് അയച്ചിട്ട് വരാം.
അപ്പോൾ കൊറിയറൊക്കെ അയച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിൽ വന്നു. ശരിക്കും എന്താ നമ്മൾ സ്മോൾ ബിസിനസ് ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്താ നമുക്ക് വന്ന ഓർഡേഴ്സ് ഒരുപാടൊന്നും ഓർഡർ വന്നുമില്ല. അപ്പോൾ വന്ന ഓർഡേഴ്സ് എന്താണെങ്കിലും നന്നായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒന്നുകൂടെ അവരോട് നമ്മുടെ കസ്റ്റമറോട് സംസാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഇത് ചെയ്ത് കൊടുത്തത്. ഇപ്പം ഞാനും ഹാപ്പി, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ചെയ്തപ്പം ആദ്യത്തെ എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണമാണത് അങ്ങനെ പോയത്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് ഉറപ്പ് നന്നായിട്ടാണ് വന്നിട്ടുണ്ട്. റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഓർഡേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതിലൊക്കെ DM ചെയ്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.